ആ കാലഘട്ടത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ ബ്ലോക്ക് ആക്കുക ആ ടൈമിൽ. അത് ബാക്കിയുള്ള 7 വർഷത്തിൻ്റെ ദുരിതങ്ങളെ കുറയ്ക്കും. റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉള്ളവർ എല്ലാം എത്ര പേര് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും? ആസ്ട്രോളജിൻ്റെ അടുത്താണ് വരുന്നത്. അവർ വളരെ നോർമലായിട്ടുള്ളൊരു ജീവിതം നയിച്ചു പോകുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ആ സമയത്ത് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാം. ഈ കേതുവിൻ്റെ ദശാകാലഘട്ടത്തിലൊന്നും നമ്മൾ ആരും മനസ്സിലാക്കത്തില്ല. നമ്മൾ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോകണം എനിക്ക് തോന്നും. ബന്ധങ്ങളിൽ ഒരുപാട് വിള്ളലുകൾ വീഴും, സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളുണ്ടാവാം. പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു ജെന്യുവനായിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ആ വോയിസ് കേട്ടപ്പോൾ പുള്ളി കരഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഇത് പറഞ്ഞു കൊടുത്തു, ഞാൻ മറന്നു. അതിനുശേഷം അദ്ദേഹം ഒരു 3-4 മാസത്തിന് ശേഷം എന്നെ വീണ്ടും വിളിച്ചു. അദ്ദേഹത്തിന് ധാരാളം ബ്ലോക്കുകൾ മാറിയെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വന്നു എന്നും പറഞ്ഞു. അതായത് ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിക്കാനല്ല ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അവിടെ എൻ്റെ പാരൻസ്, എൻ്റെ ഫാമിലി എന്നുള്ള ഒരു ചട്ടക്കൂട് എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മാത്രം ഇപ്പോൾ ഉൾക്കരുത്ത് നേടി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ സർവത്ര കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ചോദ്യങ്ങളായിരിക്കും നാട്ടുകാർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുണ്ടാവുന്നത്. നമസ്കാരം. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ 2ാം ഭാഗമാണ്. നമ്മുടെ കൂടെ ഇന്നും സുനിത മാഡം ആണുള്ളത്. നമസ്കാരം മാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാൻ മറക്കരുത്. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് രേഖപ്പെടുത്തുക. മാം, നമ്മൾ മറ്റേ വീഡിയോയുടെ തുടരായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൈക്കോളജിയും അസ്ട്രോളജിയും തമ്മിലുള്ളൊരിതാണ്. നമ്മളിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹീലിംഗ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരാളുടെ ഒരു ട്രോമ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നഷ്ടപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് സൈക്കോളജിയിലൂടെ മാറുമെങ്കിൽ വൈ അസ്ട്രോളജി? അങ്ങനെയല്ല, ഇത് 2 കാര്യം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സൈക്കോളജിയിലൂടെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ സൈക്കോളജി MA സൈക്കോളജി ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. 2 വർഷത്തെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞതിൻ്റെ ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ, പെൻഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആസ്ട്രോളജി എന്നുള്ളൊരു ലെവലിൽ തന്നെ നിന്ന് പോകാം. ഞാൻ എന്തുകൊണ്ട് സൈക്കോളജി ഞാൻ പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനാവശ്യമാണ്. എല്ലാവരും പ്രശ്നമുണ്ട്, അവർക്ക് പലതരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളവരും, സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളവരും, ഫാമിലി ഇഷ്യൂസ് ഉള്ളവരും, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉള്ളവരും എല്ലാം എത്ര പേര് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും? ആസ്ട്രോളജിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പം നമ്മൾ അവരുടെ ആ സൈക്കോളജിക്കൽ ഒരു കാര്യം അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആസ്ട്രോളജിയുടെ വ്യൂ പോയിന്റിൽ നിന്നിട്ടുള്ള സൈക്കോളജിയെക്കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിലായോ? അതായത് ഇപ്പം നമുക്ക് ഒരാളിൻ്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ ബുധദശാകാലഘട്ടത്തിൻ്റെ അവസാന സമയത്താണ് നമ്മളൊരാൾ കൺസൾട്ട് ചെയ്യാൻ വരുന്നതെന്ന് വയ്ക്കുക. അവർ ആ സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ബുധദശാകാലഘട്ടത്തിൽ വ്യാഴത്തിൻ്റെ അപഹാര കാലഘട്ടത്തിൽ വരുമ്പോൾ അവർ വളരെ നോർമലായിട്ടുള്ളൊരു ജീവിതം നയിച്ചു പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്, ബുധദശാകാലഘട്ടത്തിൽ ശനിയുടെ അപഹാരം തൊട്ടടുത്ത് വരുന്ന അപഹാര കാലഘട്ടം വരുമ്പോൾ പലപ്പോഴും പല റോങ് ഡിസിഷൻസ് എടുക്കും. ആ റോങ് ഡിസിഷൻ്റെ അത് ചിലപ്പം ബന്ധങ്ങളാവാം, സാമ്പത്തികമായ ഡീലുകളാവാം, എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് പോലെയുള്ള കാര്യങ്ങളാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ചിലപ്പം ആ സമയത്ത് തോന്നും ഈ ജോലി അങ്ങ് മാറാം. ഈ എടുക്കുന്ന തീരുമാനമായിരിക്കാം അവരുടെ 7 വർഷത്തേക്കുള്ള ഒരു ദുരിതമായിട്ട് മാറുന്നത്. ആ 7 വർഷക്കാലഘട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണ്, ഈ 7 വർഷക്കാലഘട്ടം. അപ്പം നമുക്ക് അവരുടെ ഈ 7 വർഷത്തെ മാനസിക സമ്മർദ്ദത്തിൻ്റെ തുടക്കം കുറിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ബുധദശയിൽ ശനിയുടെ അപഹാര കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ ബ്ലോക്ക് ആക്കുക ആ ടൈമിൽ. അത് ബാക്കിയുള്ള 7 വർഷത്തിൻ്റെ ദുരിതങ്ങളെ കുറയ്ക്കും. പിന്നെ ആ സമയത്ത് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാം. അത് കൂടുതലും നമ്മൾ ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മൾ ആരും ഈ കേതുവിൻ്റെ ദശാകാലഘട്ടത്തിലൊന്നും നമ്മൾ ആരും മനസ്സിലാക്കത്തില്ല. നമ്മൾ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോകണം എനിക്ക് തോന്നും. ബന്ധങ്ങളിൽ ഒരുപാട് വിള്ളലുകൾ വീഴും, സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളുണ്ടാവാം, തൊഴിൽപരമായ പല വെല്ലുവിളികളുണ്ടാവാം. നമ്മൾ അടുത്തിരിക്കുന്ന, നമ്മളോടൊപ്പം ഉള്ളതാരാണ്, നമ്മളോട് ഒപ്പം ഇല്ലാത്തതാരാണ്, എല്ലാവരുടെയും മാസ്ക് ഇട്ട ഫേസല്ലേ. ഇപ്പം എൻ്റെ മാസ്ക് ഇട്ട ഫേസല്ലേ കാണുന്നത്, അല്ലേ? പക്ഷേ എൻ്റെ തനി സ്വഭാവം എന്താണെന്ന് അറിയില്ലല്ലോ. എൻ്റെ ശരിക്കും ഇല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും തനി സ്വഭാവമുണ്ട്. ആ തനി സ്വഭാവം നമ്മൾ കാണുന്നത് കേതുദശാ കാലഘട്ടത്തിലാണ്.
മനസ്സിലായി. ഒരു മാസ്ക് ഇടാത്ത ഫേസ് നമ്മൾ മറ്റുള്ളവരുടെ മാസ്ക് ഇടാത്ത ഫേസ് നമ്മൾ കാണുന്നതും നമ്മുടെ മാസ്ക് ഇടാത്ത ഫേസ് മറ്റുള്ളവരെ കാണിക്കുന്നത് ഖേദദശാ കാലഘട്ടത്തിൽ ശനിദശാ കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പം ഇതിവിടെയെല്ലാം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് കംപ്ലീറ്റ് ആസ്ട്രോളജി പൂജ അത് ഇതെന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. മനസ്സിലാവണോ? അവരെ ആദ്യം ഒരു റിയലൈസേഷനാണ്, ഏതൊരു വിഷയത്തിനും റിയലൈസേഷൻ ആണ് ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത്. അത് പറഞ്ഞ് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും. ഇപ്പം ഇതുപോലെ ഹീലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം സൂയിസൈഡ്, ഇപ്പം നമ്മളൊരു ദിനംപ്രതി പത്രം എടുത്താലായിക്കോട്ടെ ഫോൺ എടുത്താലായിക്കോട്ടെ സൂയിസൈഡ് അല്ലെങ്കിൽ കൊലപാതകങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. സോ ഒരു സൂയിസൈഡ് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി മാമിൻ്റെ അടുത്ത് വരികയാണ്, അല്ലെങ്കിൽ ഹൗ കം യു പ്രെഡിക്റ്റ് ദാറ്റ് പേഴ്സൺ വിൽ കമ്മിറ്റ് സൂയിസൈഡ്? അങ്ങനെ ഒന്നാമത്തെ കാര്യം, ഇത്രയും കഠിനമായ പ്രഡിക്ഷൻസ് ഒന്നും ആരും കൊടുക്കത്തില്ല. മനസ്സിലായി? അത് ചെയ്യാനും പാടില്ല. ഒന്ന്, കാരണം എൻ്റെ അടുത്ത് ഒരു 3-4 വർഷത്തിന് മുമ്പ് 2024 ഒരു 2 വർഷത്തിന് മുമ്പ് ജനുവരിയിൽ ഒരു ആളെനിക്ക് മെസ്സേജ് അയച്ചതാണ്. പുള്ളിയുടെ ആദ്യം ഒരു കുറേ വോയിസ് മെസ്സേജുകൾ എനിക്കിങ്ങനെ അയക്കുകയാണ് പുള്ളി. കുറേ ഫോട്ടോസ്, വോയിസ് മെസ്സേജസ്, ഹോറോസ്കോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ വരുന്ന മെസ്സേജിൽ നോർമൽ കേസിൽ ഞാൻ നോക്കാറില്ല. ഒരുപാട് മെസ്സേജുകൾ വരികയാണെങ്കിൽ ഞാൻ നോക്കാറില്ല. പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ആ വോയിസ് കേട്ടപ്പോൾ പുള്ളി കരഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. കാരണം അദ്ദേഹം ഒരു ആസ്ട്രോളജറിനെ കാണാൻ പോയി എന്നും അദ്ദേഹം പറഞ്ഞു എന്ന് ഇത് അധികം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തിയാണെന്ന്. അപ്പോൾ അത് പറഞ്ഞത് കേട്ടിട്ട് ആൾ വളരെ പ്രതീക്ഷയിലാണ്. ഒരു മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ആണ് മാസങ്ങളോളം അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ലൊക്കേഷനിൽ പോയി ആളൊരു ഹോട്ടൽ റൂം എടുത്ത് വെയിറ്റ് ചെയ്ത് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് പുള്ളി അദ്ദേഹത്തെ പോയി കാണുന്നത്. കണ്ടതിന് ശേഷം പറഞ്ഞു എന്ന്, അതായത് ഇദ്ദേഹം ജീവിച്ചിരിക്കാൻ വഴിയില്ല എന്നും, എല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആരും ഇല്ലാതെ ഒരു സഹായവും ഇല്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ സർവ്വ കോൺഫിഡൻസും തകർക്കുന്ന കണക്കുള്ളൊരു പ്രഡിക്ഷനാണ് കൊടുത്തത്. അപ്പോൾ പുള്ളി അത് കേട്ടിട്ട് അത് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് പുള്ളി പറയുന്നത്. അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ പുള്ളി എന്തോ ഇങ്ങനെ കുറച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്, ഈ ഇതൊക്കെ പ്രൊജക്ട്സുകൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ ലാപ്ടോപ്പിന് മുകളിലായിട്ട് കുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ മകള് നമ്മൾ ഈ ടൈം ടേബിളൊക്കെ എഴുതി ഒട്ടിക്കത്തില്ലേ, അപ്പോൾ ആ ആഴ്ചത്തെ ഷെഡ്യൂള് എഴുതി അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിന് മുകളിലായിട്ട് ഒട്ടിച്ചു വെച്ചേക്കാണ്. രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, വൈഫുണ്ട്, അമ്മയുണ്ട്. അപ്പം ഇവരെല്ലാം ഉപേക്ഷിച്ചിട്ടാണല്ലോ ഭഗവാനെ എനിക്ക് പോകേണ്ടത് എന്നൊക്കെയുള്ള മരണത്തെക്കുറിച്ചുള്ള അനാവശ്യ ചിന്തകൾ പുള്ളിയെ വേട്ടയാടിയ സമയത്താണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, അപ്പം ഞാൻ ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു വേറൊരു സ്റ്റോറി പുള്ളിയോട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയല്ല ഒന്നും, അതായത് 73 വയസ്സ് വരെ ജീവിക്കുള്ളൂ എന്ന് പ്രഡിക്റ്റ് ചെയ്തിരുന്ന ഒരു ആള് എൻ്റെ അടുത്ത് വന്നു എന്നും അദ്ദേഹം ഇന്നും 77 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള സ്റ്റോറി പുള്ളിക്ക് പറഞ്ഞു കൊടുത്തൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് തന്നെ. അതൊരു യഥാർത്ഥമായ സ്റ്റോറിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, 41 ദിവസം തുടർച്ചയായിട്ട് ധന്വന്തിരി മന്ത്രം കൃഷ്ണൻ്റെ അമ്പലത്തിൽ കഴിപ്പിച്ച് എല്ലാ ദിവസവും രാവിലെ നിർമ്മാല്യ ദർശനം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് വഴിപാട് പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞു കൊടുത്തു, ഞാൻ മറന്നു. അതിനുശേഷം അദ്ദേഹം ഒരു 3-4 മാസത്തിന് ശേഷം എന്നെ വീണ്ടും വിളിച്ചു. അദ്ദേഹത്തിന് ധാരാളം ബ്ലോക്കുകൾ മാറിയെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വന്നു എന്നും പറഞ്ഞിട്ട്. അതായത് ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിക്കാനല്ല ഒരു ജ്യോതിഷം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? പ്രതീക്ഷകളോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളും അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ്. മനസ്സിൻ്റെ കാരകനായ ഗ്രഹം എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പോൾ അതുപോലെ ലഗ്നബലം, 5-ാം ഭാവം, അഷ്ടമഭാവം, 6, 8, 12 ഭാവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥകളെയും ആ വ്യക്തിയെ അനുഭവിക്കാൻ സാധ്യതയുള്ള പല പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. പക്ഷേ ആ ധാരണകളെ മനസ്സിന് കരുത്ത് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എങ്ങനെ നേരിടാം എന്നുള്ളതാണ്.
മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ശനി ദശാകാലഘട്ടത്തിലും കേതു ദശാകാലഘട്ടവും ഒക്കെ വരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളും തളർച്ചകളും ഉണ്ടാവുന്നത്. അത് സാമ്പത്തികമാവാം, മാനസികമാവാം, വ്യക്തിബന്ധങ്ങളിലെ തളർച്ചകളാവാം, അങ്ങനെ പലതും ആവാം ഇല്ലേ? അപ്പം ആത്മഹത്യ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ വരുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ലാതെ ലൈഫ് ലോങ് ആളും ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളൊന്നും ആയിരിക്കത്തില്ല ഇല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് നമ്മൾ, അതായത് ഇന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള, അത് ഒരു വ്യക്തിക്കല്ല വേണ്ടി, സമൂഹത്തിനാണ് വേണ്ടിയത്. ഇന്ന് നമ്മൾ ഓരോ പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താണ് ഫേസ്ബുക്കിൽ അവിടെ ടാഗ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ അതെല്ലാം ഷെയർ ചെയ്യുന്നു. ഭയങ്കര പേപ്പർ പുലികളാണ് നമ്മളെല്ലാവരും അല്ലേ? അല്ലാതെ ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഒരാൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ട്, നമ്മൾ ചുറ്റുപാടും നോക്കി അങ്ങനെയുള്ള പല സാഹചര്യത്തിലൂടെ ജീവിതം പൊരുതി ജീവിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അവരെ മാനസികമായി തകർക്കാനേ സമൂഹം ചിന്തിക്കാറുള്ളൂ ഇല്ലേ? മാനസികമായി ഇപ്പം ഞാൻ ഖേദദശാ കാലഘട്ടം കഴിഞ്ഞു പോയതാണ്. എങ്ങനെയാണ് ഞാൻ ആ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാതെ പോയത്? അഷ്ടമാധിപതിയുടെ ദശാകാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഖേതുവിൻ്റെ ദശാകാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തും എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന്. പക്ഷേ ആത്മഹത്യ ചെയ്യാനുള്ള റീസൺ, അങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യണമെന്ന് എന്നെ കൊണ്ട് പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സമൂഹമാണ്. മനസ്സിലായോ? ഒരിടത്ത് പോയിന്റിൽ വീണ് നിൽക്കുന്ന സമയത്ത് അവിടെ ചവിട്ടി തേക്കാതെ, നമ്മളെ മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കാൻ എത്ര പേർക്ക് കഴിയും? എത്ര മനസ്സുകൾക്ക് കഴിയും? അവിടെ എൻ്റെ പാരൻസ്, എൻ്റെ ഫാമിലി എന്നുള്ള ഒരു ചട്ടക്കൂട് എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ ആ കാലഘട്ടങ്ങളെ ഒരിക്കലും ഞാനിപ്പോൾ ഖേതുവിൻ്റെ ദശാകാലഘട്ടം കഴിഞ്ഞു ഞാനൊരു തിയററ്റിക്കലായിട്ടുള്ള നോളജിൻ്റെ പുറത്ത് നിന്നിട്ടല്ല ഈ ഖേതുവിൻ്റെ ദശാകാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സമ്മർദ്ദം അനുഭവപ്പെടും എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ്. ആ കാലഘട്ടത്തിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് ആ കുടുംബമെങ്കിലും അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് മാത്രം കൗൺസിലിംഗ് കൊടുത്തിട്ട് ഒരർത്ഥമില്ല. അവർ മാത്രം ഇപ്പോൾ ഉൾക്കരുത്ത് നേടി വെളിയിലിറങ്ങി കഴിഞ്ഞാൽ അവരെ സർവത്ര കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ചോദ്യങ്ങളായിരിക്കും നാട്ടുകാർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുണ്ടാവുന്നത്. അവിടെ ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ അവരാരും ഇതൊന്നും ചെയ്യില്ല. അവർക്ക് ദുർബലമായ മനസ്സ്, നമ്മളെല്ലാവരും അത്ര കഠിനമായ മനസ്സുള്ളവരല്ല. നമ്മുടെ മനസ്സെല്ലാം വളരെ സോഫ്റ്റാണ് അല്ലേ? പലർക്കും ഓവർകം ചെയ്യാൻ കഴിയും. ഇപ്പോൾ 5ാം ഭാവാധിപതി 6ാം ഭാവത്തിൽ നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ ചന്ദ്രൻ പക്ഷബലഹീനനായി നിൽക്കുന്ന ആൾ, ചന്ദ്രൻ നീചനായി നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ദുർബല ഹൃദയങ്ങളുള്ള ആൾക്കാരെ അവർക്കും ജീവിക്കണ്ടേ ഈ ലോകത്ത്? അവർക്കും കഠിനമായ കാലഘട്ടങ്ങളുണ്ടാവും. അവിടെ പൂജയും വഴിപാടും മാത്രമൊന്നുമല്ല, നമ്മളെ സഹജീവികളോട് സ്നേഹിക്കാനുള്ളൊരു മനസ്സ് ചുറ്റുപാടുകൾക്ക് ഉണ്ടാവണം. അപ്പോൾ പല ആത്മഹത്യയും കുറയും.